ആഗ്രഹങ്ങളുടെ അനന്തരഫലം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു തിരഞ്ഞെടുക്കും? മിക്ക ആളുകളും തിരഞ്ഞെടുക്കുന്നത് പണമായിരിക്കും, അല്ലേ? മിസ്റ്റർ വൈറ്റിൻ്റെ കുടുംബവും ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു. എന്നാൽ നമ്മൾ പ്രയത്നിക്കാതെ എന്തു തന്നെ ആഗ്രഹിച്ചാലും അതിനൊരു അനന്തരഫലമുണ്ടാകും. അതുതന്നെയാണ് വൈറ്റിനും സംഭവിച്ചത്. ആ കഥയാണ് വില്യം വൈമാർ ജേക്കബ്സിൻ്റെ പ്രശസ്ത കൃതിയായ ദ മങ്കീസ് പോ പറയുന്നത്. നിരവധി നാടകങ്ങൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും സിനിമകൾക്കും വിഷയമായ കൃതിയാണ് ദ മങ്കീസ് പോ. ആ കഥയാണിത്. പിന്നീട് വരുന്ന അനർഹങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്തിയേക്കരുത്. ഇല്ല, തീർച്ചയായും മേജർ. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുകൂടി പറയൂ. പറയാം. കുരങ്ങ് കൈപ്പത്തി വലത്തെ കൈക്കുള്ളിൽ പിടിച്ച് ആഗ്രഹം എന്താണോ അതുരുവിടുക, അത്രമാത്രം. ഓഹോ. മിസ്റ്റർ വൈറ്റ് കുരങ്ങു കൈപ്പത്തി തൻ്റെ കുപ്പായ കീശയിൽ ഭദ്രമായി തിരികെ വെച്ചു. എൻ്റെ മുന്നറിയിപ്പ് മറക്കണ്ട മിസ്റ്റർ വൈറ്റ്. എനിക്ക് 4 കൈകൾ തരണമെന്ന് ആഗ്രഹിക്കൂ. ഓ, നശിച്ച സാധനം. മിസ്റ്റർ വൈറ്റ്, കൈപ്പത്തി കൊണ്ടുള്ള ഏത് ആഗ്രഹമാണെങ്കിലും നന്നായി ആലോചിച്ച ശേഷം മാത്രം. അനർഹമായി വന്നടയുന്ന അനുഗ്രഹങ്ങൾ വേദനയും ദുഃഖവുമാണ് നൽകുക. അത്താഴത്തിനിരുന്നപ്പോൾ കൈപ്പത്തിയെപ്പറ്റി സംസാരമൊന്നുമുണ്ടായില്ല. ഭക്ഷണം വളരെ നന്നായിരിക്കുന്നു മിസ്സിസ് വൈറ്റ്. താങ്ക് യു. എനിക്ക് പോകാൻ ധൃതിയുണ്ട് മിസ്റ്റർ വൈറ്റ്. ശരി മോനെ, മേജർ അങ്കിളിനെ യാത്രയാക്കി വരൂ. ശരി. മേജറും ഹെർബർട്ടും പുറത്തിറങ്ങി. കൈപ്പത്തിയുടെ വിലയായി അദ്ദേഹം എന്തെങ്കിലും വാങ്ങുകയുണ്ടായോ? നല്ലൊരു തുക പ്രതിഫലമായി നീട്ടിയെങ്കിലും അദ്ദേഹം വാങ്ങാൻ കൂട്ടാക്കിയില്ല. വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഒരു ചെറിയ സംഖ്യ മാത്രം വാങ്ങി. ഓ. അദ്ദേഹം പിന്നെയും നിർബന്ധിച്ചു ആ കൈപ്പത്തി ഉപേക്ഷിക്കാൻ. ഉപേക്ഷിക്കുകയൊന്നും വേണ്ട ഡാഡി. ഇംഗ്ലണ്ടിലെ ചക്രവർത്തിയാകാൻ ഡാഡി ആഗ്രഹിക്കേ. എങ്കിൽ എനിക്ക് പണിക്കൊന്നും പോകണ്ടല്ലോ. ശരിയാ, എനിക്ക് ഒറ്റയ്ക്ക് അടുക്കളപ്പണിയും എടുക്കണ്ട. വീടിൻ്റെ വാടക 2 മാസത്തേക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടല്ലോ. ഹെർബർട്ട് തൻ്റെ പിയാനോ എടുത്ത് ഐശ്വര്യം വിളയുന്ന ഒരു കവിത ആലപിക്കാൻ തുടങ്ങി. ഇതാ നമ്മൾ പണക്കാരായി മാറുകയാണ്. ഞാനിതാ എൻ്റെ കുടുംബത്തിന് വേണ്ടി 200 പവൻ ആഗ്രഹിക്കുന്നു. അയ്യോ, എന്താ ഡാഡി, എന്തു പറ്റി? എന്തുണ്ടായി? അയ്യോ, ഇത് അനങ്ങി ഒരു പാമ്പിനെ പോലെ എൻ്റെ കയ്യിൽ കിടന്ന് പുളഞ്ഞു. ആഗ്രഹിച്ച പണം കാണുന്നില്ലല്ലോ ഡാഡി. അല്ലെങ്കിലും ഇതൊക്കെ വെറും കളിപ്പീരാണ്. ആ മേജർ ഡാഡിയെ പറ്റിച്ചതാ. നിലത്ത് കിടന്ന ആ കൈപ്പത്തിയെടുത്ത് ഹെർബർട്ട് മേശപ്പുറത്ത് വെച്ചു. ഇനി കാലത്ത് നമ്മുടെ ആരുടെയെങ്കിലും തലയണയ്ക്കുള്ളിൽ പണസഞ്ചി ഉണ്ടാവുമോ? ഗുഡ് നൈറ്റ് ഡാഡി. നിധി കാക്കുന്ന ഒരു ഭൂതം അലമാരയ്ക്ക് മുകളിലിരുന്ന് നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവണം. കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ചവരല്ലേ നമ്മൾ. എടി, അവൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഇത്രകാലം പറയാത്ത ചില കാര്യങ്ങൾ. ദൈവമേ, എന്നെ കുടുംബത്തെയും കാത്തുകൊള്ളണേ. ഡാഡി, പണക്കിഴി എവിടെ? മിസ്റ്റർ വൈറ്റ് കീശയിൽ കൈയിട്ട് തൻ്റെ പേഴ്സ് എടുത്തു. അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. വിയർപ്പിൻ്റെ മണമുള്ള പണം എന്നും നിലനിൽക്കും ഡാഡി. ആ കൈപ്പത്തി കൊണ്ട് പണം നേടാനാവുമെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നെന്ന് ബോധ്യമായില്ലേ? അല്ലേലും ഈ സൈനികർ എന്നും ബടായി കാച്ചുന്നതിൽ മുൻപന്തിയിലാണ്. അന്യഗ്രഹജീവികളെയും പറക്കും തളികകളെയും കണ്ടു എന്ന് അവകാശപ്പെടുന്ന വീരന്മാർ വരെ ഉണ്ടല്ലോ. ശരിയാണ് മോനെ നീ പറഞ്ഞത്. നോക്കൂ ഡാഡി, എനിക്ക് ജോലിയെടുത്ത് സമ്പാദിക്കാവുന്നതേ ഉള്ളൂ ഡാഡി ആവശ്യപ്പെട്ട പണം. തികച്ചും സ്വാഭാവികമായ രീതിയിൽ ആവശ്യം നടപ്പാക്കപ്പെടുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ഹെർബർട്ട് താൻ ജോലി ചെയ്യുന്ന മാവ് ആൻഡ് മെഗിൻസ് കമ്പനിയിലേക്ക് പുറപ്പെട്ടു. മിസ്റ്റർ വൈറ്റ് തോട്ടത്തിലേക്കും. മേജർ പറഞ്ഞു പറ്റിക്കുന്ന ആളല്ല. പിന്നെന്താണ് ആഗ്രഹം ഫലിക്കാതിരുന്നത്? ഓ, ഉച്ചയായി, ഭക്ഷണം കഴിക്കാം. ആരാണ് അവിടെ നിന്ന് പരുങ്ങുന്നത്? ആരാണ് നിങ്ങൾ? ഞാൻ താങ്കളുടെ മകൻ ജോലി ചെയ്യുന്ന മാവ് ആൻഡ് മെഗിൻസ് കമ്പനിയിൽ നിന്നാണ്. ഓഹോ, അകത്തേക്ക് വരൂ, കാര്യം പറയൂ. ഞാൻ കമ്പനിയുടെ ഒരു ശിപ്പായി മാത്രമാണ്. എന്നെ ഒരു ദൗത്യവുമായി പറഞ്ഞു വിട്ടതാണ് കമ്പനി. ആയിക്കോട്ടെ, നിങ്ങൾ കാര്യം പറയൂ. എന്നോട് ക്ഷമിക്കൂ, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു, അത്രമാത്രം. നിങ്ങൾ വലിച്ചു നീട്ടാതെ വന്ന കാര്യം പറയൂ. അത് ഇന്ന് കമ്പനിയിൽ കാലത്തൊരു അപകടമുണ്ടായി. ഹെർബർട്ട് യന്ത്രത്തിൽ കുടുങ്ങി. എൻ്റെ ദൈവമേ! എന്നിട്ട്? ഹെർബർട്ട് മരണപ്പെട്ടു. കമ്പനിയുടെ അഗാധമായ ദുഃഖം എന്നെ അറിയിക്കാൻ ചുമതലപ്പെടുത്തിയതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അപകടത്തിൽ കമ്പനിക്കൊരു പങ്കുമില്ല.
ഹെർബർട്ടിൻ്റെ വിധിയാണത്. അവൻ്റെ അശ്രദ്ധയോ മറ്റോ ആകാം കാരണം. നിങ്ങളുടെ മകൻ്റെ സേവനവും സ്വഭാവ മഹിമയും കണക്കിലെടുത്ത് കമ്പനി കോമ്പൻസേഷൻ നൽകാൻ തയ്യാറാണ്. കോമ്പൻസേഷൻ? അതെ, 200 പവൻ കമ്പനി നിങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ!